ഹായ് ഹലോ, രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കുട്ടികൾക്ക് ഭയങ്കര പരാതികളാണ്. വാട്സപ്പ് കൂടെ എന്നോട് പരാതി പറയണം, അമ്മേ തല നന്നായി ചൊറിയണു, ചിലവർക്ക് മുടി കൊഴിയണു, ചിലവർക്ക് അകാലം നര, ചിലവർക്ക് തലപ്പ് പൊട്ടിപ്പോവുക, മുടി ചകിരി പോലെ. അതിനൊക്കെ മക്കളെ ഉത്തമമായൊരു സൊല്യൂഷനും കൊണ്ടാണ് അമ്മ വന്നിരിക്കുന്നത്. അതിനായിട്ട് എന്താ വേണ്ട വെച്ചാൽ നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതി മക്കളെ. ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടുള്ളൂ. ആ ഹെയർ പാക്ക് എങ്ങനെയാ ഉണ്ടാക്കാന്ന് നമുക്ക് പോയി നോക്കാം. അതിനായിട്ട് നമുക്കേ ഒരു ഗ്ലാസ് വെള്ളം ഇത്രേ വേണ്ടു. എന്നിട്ട് നമുക്കിത് തിളയ്ക്കണം. അപ്പൊ നമുക്കേ കഴുകി വെച്ച ഉലുവ, ഇത് തലേ ദിവസം കുതിർത്തിയ ഉലുവയാണ് കേട്ടോ. അപ്പൊ അതിന്റെ വെള്ളം എൻ്റെ അബദ്ധവശാൽ കളഞ്ഞു പോയിട്ടോ. അപ്പൊ ഞാൻ ഈ അരിപ്പയിലേക്ക് എടുത്തു കൊടുക്കുന്നതാണ്. ആദ്യം നമുക്ക് ഉലുവ ഇടണം. ഉലുവയ്ക്ക് കുറച്ച് വേവുണ്ട്, ഉലുവ ഒന്ന് വെന്തോട്ടെ കേട്ടോ. ഈ ഉലുവ ഇങ്ങനെ വേവാൻ തുടങ്ങുമ്പോ നമുക്ക് പിന്നെ ഇടേണ്ടത് ചായപ്പൊടി. 1 ടീസ്പൂൺ ചായപ്പൊടി ധാരാളം മതി. 1 ടീസ്പൂൺ ചായപ്പൊടി. ഇപ്പൊ വെള്ളം തിളച്ചു കണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഈ ചെമ്പരത്തിനെ കണ്ട ഈ നടുകിലത്തെയും മൂട്ടിലത്തെയും കളഞ്ഞിട്ട് നമുക്കൊരു 4-5 എത്ര വേണമെങ്കിലും ഇടാട്ടോ. ചെമ്പരത്തി പൂവേ ഞാനൊരു 4-5 ചെമ്പരത്തി പൂവ് അങ്ങനെ ഇടാം. 4-5 ചെമ്പരത്തി പൂവ് ഇടാം. ഇനി തിളക്കട്ടെ. ഇനി നമുക്ക് ഇതിന്റെ മൊട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ മൊട്ടിടുമ്പോ ഇതിന്റെ ഉള്ളിലത്തെ ഈ സാധനം വേണ്ട. ഇത് നമുക്ക് അത്ര ഗുണമുള്ളതല്ല. ദോഷം എന്നറിയാൻ വെച്ചാൽ അത് കളഞ്ഞോളും ഉണ്ട് കേട്ടോ. അപ്പൊ അത് അങ്ങനെ ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടതേ ഇങ്ങനെ ഒരു 3-4 തണ്ട് കറിവേപ്പില കണ്ടല്ലോ. ഇതിന് നമുക്ക് തണ്ട് ദോഷം ഉണ്ടായിട്ടല്ല, എങ്കിലും ഊരിയിട്ട് ഇട്ടോളൂ കേട്ടോ. ഊരിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. കുട്ടികളെ മഴക്കാലത്ത് ഇങ്ങനത്തെ ഒക്കെ ഹെയർ പാക്കുകൾ തേച്ചാൽ മതി നിങ്ങൾ കേട്ടോ. കട്ടിയുള്ളത് കൊഴുകൊഴുന്നതിനുള്ള സാധനം നിങ്ങൾ തേക്കണ്ട. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. എങ്കിലോ ഇങ്ങനത്തെ നിങ്ങൾ ആഴ്ചയിൽ 1-2 ദിവസം ചെയ്തോളൂ, നല്ലതാണ്. ഉണ്ടാക്കി വെച്ചാലോ എന്ന് ചിലവർക്ക് ഉണ്ടാവുമല്ലേ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കാൻ ഞാൻ മതി കേട്ടോ. ഫ്രിഡ്ജിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 ദിവസത്തിനുള്ളത് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഞാൻ എടുത്ത അളവൊക്കെ നിങ്ങൾ 2 ഇരട്ടിയും കൂടി എടുക്കുക. ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ്, ചെമ്പരത്തി പൂവ് 5-8 എണ്ണം, ചായപ്പൊടി 2 ടീസ്പൂൺ, കറിവേപ്പിലയുടെ തണ്ട് ഒരു 4 എടുത്തത് നിങ്ങൾ ഒരു 8 കോച്ചിലിന്റെ എടുത്തോളൂ. ഉലുവ ഞാനൊരു 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്, അത് നിങ്ങൾ 2 ടീസ്പൂൺ എടുത്തോളൂ. അപ്പൊ നിങ്ങൾക്കിത് 2 ദിവസത്തേക്ക് റെഡി ആയിട്ട് വെക്കും. കണ്ടോ, നല്ല കളറുള്ള കടുപ്പുള്ള വെള്ളം കാണാല്ലേ നിങ്ങൾക്കിത്. കണ്ടോ, ഇങ്ങനത്തെ കടുപ്പുള്ള വെള്ളം നമ്മുടെ മുടിയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു റെമഡി ആട്ടോ. ഈ മഴക്കാലത്ത് ഉണ്ടാവണ താരൻ, നമുക്ക് തല ചൊറിച്ചില്, പിന്നെ അതേപോലെ തന്നെ സ്പ്ലിറ്റൻ്റെ, പിന്നെ മുടി ചകിരി പോലെ ആവുക, അതിനൊക്കെ ഈ ഒരൊറ്റ മരുന്ന് മതി മക്കളെ. നമുക്ക് വീട്ടിലുണ്ടാവുകൊണ്ട് ഒരു വില തോന്നുന്നുണ്ടാവില്ല. നിങ്ങൾ ഈ കടകളിൽ നിന്ന് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കൊടുന്ന് ഓരോന്ന് ടോണറാണ്, മറ്റേതാണ്, മറിച്ചാണ്, അതൊന്നും നമ്മൾ കാണുന്നില്ല അതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന്. നേരെ മറിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മളിത് കാണുകയാണ്. നമ്മളുടെ വീട്ടിലത്തെ സാധനങ്ങളാണ്, നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാണ്. ഇത്രേ ചെയ്യണ്ടു കേട്ടോ. അപ്പൊ നമ്മളുടെ ഇത് നന്നായി തിളച്ച് കുറുകി ഇത്രയൊക്കെ ധാരാളം നമ്മളെ മുടിയിലേക്ക് ഒരു പ്രാവശ്യത്തേക്ക് ധാരാളം കേട്ടോ. ഇത് നിങ്ങൾ തലയുടെ ഓട് മുതൽ മുടിയുടെ തലപ്പ് വരേക്കും തേക്കാവുന്ന ഒരു റെമഡിയാണ് കേട്ടോ. പക്ഷെ ഇത് ഒറ്റിച്ചാടുകൊണ്ട് നമുക്ക് എന്താന്നോ കുളിമുറി കുറേശ്ശെ തേക്കാൻ പറ്റുള്ളൂ. ഇത് കൊഴുപ്പില്ലാത്ത സംഭവമല്ലേ. അപ്പൊ നിങ്ങൾ കുളിമുറി കയറുന്ന സമയത്ത് തേച്ചാലും മതി കേട്ടോ. സോപ്പ് തേക്കണ നേരം കൊണ്ട് ഇത് നിങ്ങളുടെ മുടിയിലേക്ക് പിടിക്കും. അപ്പൊ ഇനി ഇത് നിർത്തുകയാണ്. ഇനി നമുക്ക് തണുക്കണം കേട്ടോ. അരിക്കും വേണം. അപ്പൊ ഇത് ഒരു സാധനം നിങ്ങൾ അരിക്കാതെയും തലയിൽ തേക്കരുത് കേട്ടോ. ഇനി താളിയാണെങ്കിൽ പോലും നിങ്ങൾ തുണിയിലോ എന്തിലെങ്കിലും ഷോളിലോ അരിപ്പയിലോ എന്തിലാണെങ്കിലും നല്ല അരിക്കണം കേട്ടോ. അപ്പൊ ഈ നമ്മളെ നന്നല്ല മുടിയിലെ എന്തെങ്കിലും ഒരു കരട് തങ്ങിയ അതിപ്പോ കുളിമുറിയിലൊക്കെ അല്ലേ കുളിക്കുക, തീരെ വൃത്തിയാവില്ല തലാട്ടു. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്നും ഒരുപാട് കട്ടികളൊന്നും ഒരിക്കലും തേക്കണ്ട. കഴുകി കളയാൻ പറ്റണത് മാത്രം തേക്കുക കേട്ടോ. അപ്പൊ നമ്മളെ കണ്ട ഇത്രയേ ഉള്ളൂ. കണ്ട പണി സുഖമാണ്. നമ്മളൊരു ചായ ഉണ്ടാക്കണ സമയം വേണ്ട കേട്ടോ. ഈ ഇരുമ്പിലൊക്കെ ഓരോ ചായ ചണ്ടി കണ്ടോ. അപ്പൊ നമ്മളതിന്റെ കളറ് കണ്ടോ. നമ്മളെ ചായപ്പൊടി, ചെമ്പരത്തിപ്പൂവ്, ഉലുവ, അതേപോലെ തന്നെ നമ്മളെ കറിവേപ്പില, ഇതിന്റെയൊക്കെ പൂർണ്ണ ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങി കണ്ടോ. നിങ്ങളിത് തണുത്തതിന്റെ ശേഷം അരിക്കാവൂ അവിടെ വെക്കണം കേട്ടോ. അപ്പൊ ഇത് നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ അരിച്ചത്. അപ്പൊ നമ്മൾ എടുത്തതേ ആദ്യമായിട്ട് നമ്മൾ എന്താ എടുത്തത്, ഉലുവയാണ്. അപ്പൊ നമ്മളെ മുടിക്ക് നല്ല ബലം കിട്ടും, നല്ല മൃദുത്വം കിട്ടും, അതേപോലെ തന്നെ വേരുകൾക്ക് നല്ല ബലം കിട്ടും. അപ്പോൾ നമ്മളെ മുടി മഴ ഉണ്ടായാൽ തന്നെ നല്ല മിനുസുള്ളത് ചകിരി പോലെ അല്ലാത്തൊരു മുടി ഉണ്ടായാൽ തന്നെ നമ്മളൊക്കെ പൊട്ടിപ്പോലും നമ്മളെ പറഞ്ഞു പോലും ഒക്കെ നിൽക്കും. അപ്പൊ താരനൊരു നല്ല റെമഡിയാണ് നമ്മളെ ഉലുവ. അപ്പൊ നമ്മളെ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്തായിരുന്നു, ഉലുവ.
പിന്നെ നമ്മൾ രണ്ടാമത് എടുത്തത് ചായപ്പൊടി കേട്ടോ. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങാൻ കാരണം മുടിക്ക് നല്ല വേരുകൾക്ക് നല്ല ബലം കിട്ടും. അതേപോലെ തന്നെ നല്ല കളർ കിട്ടും, നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും. അതേപോലെ അത് കാരണം നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ വേഗം ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും കേട്ടോ നമ്മളെ ചായപ്പൊടി ഉണ്ടെങ്കിൽ. അപ്പൊ എല്ലാം കൊണ്ടും നമ്മളെ ചായപ്പൊടി മുടിക്ക് ഉത്തമമാണ്. അപ്പൊ നിങ്ങൾ ഉലുവയും ചായപ്പൊടി മറക്കരുത്. ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് എന്താ നോക്കാം. പിന്നെ നമ്മളെ കറിവേപ്പില മക്കളെ, അത് അകത്തേക്ക് കഴിക്കുന്നതും നല്ല ഗുണമാണ്. അതേപോലെ തന്നെ നിങ്ങളൊരു പിടി കറിവേപ്പില വെറുതെ ചവച്ചരച്ച് വെറുതെ 4 ഇല രാവിലെ കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മളൊരു ഹെയർ പാക്കിൽ കൂട്ടിയാലും അത് നല്ലതാണ്. ഇനി നെല്ലിക്ക കൂട്ടി നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും, അടിച്ച് ജ്യൂസ് വെച്ചാലും അതും നല്ലതാണ്. അപ്പൊ നമ്മളെ കറിവേപ്പില അകത്തേക്കും പുറത്തേക്കും ഒരുപോലെ ഗുണം ചെയ്യും നമ്മളെ മുടിക്ക്. അപ്പോൾ എന്താ വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ നമ്മളെ കറിവേപ്പിലയ്ക്ക് നല്ല കഴിവാണ്. അതേപോലെ തന്നെ മുടിക്ക് നല്ല സ്വാഭാവികമായ കറുപ്പ് കളർ കിട്ടാനും. ഇതുകൊണ്ട് എണ്ണ ഉണ്ടാക്കി തേച്ചാലും ഇതുകൊണ്ട് പാക്ക് ഉണ്ടാക്കിയാലും ഭക്ഷണങ്ങളിലാണെങ്കിൽ നമ്മൾ കറിവേപ്പില കളയരുത് കേട്ടോ. ഒരു ഭക്ഷണത്തിലും ഉപ്പേരിയിലും ഉപ്മാവിലൊക്കെ നമ്മൾ കറിവേപ്പില പുറത്തേക്ക് എടുത്തിടുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അത് മക്കളെ കഴിക്കാനുള്ളതാണ് കേട്ടോ, അത് കഴിക്കണം എല്ലാവരും. അപ്പൊ അങ്ങനത്തെ ഒരു ഹെയർ പാക്കാണ് അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പൊ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ നിങ്ങൾക്ക്. പിന്നെ നമ്മളെ ചെമ്പരത്തിപ്പൂവ നമ്മൾ ഇതിലൊന്ന് ചേർത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മളെ മുടി പൊട്ടിപ്പോവില്ല, അകാലനര തടയും ചെയ്യും. നമ്മൾ അകാലനരയാണല്ലോ ഒരു പ്രശ്നം എല്ലാവരും പറയുന്നത്, മുടി പൊട്ടി പോവുക എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ അകാലനരയ്ക്കും പൊട്ടിപ്പോവാതിരിക്കാനും വേണ്ടി ചെമ്പരത്തിപ്പൂവ് തീർച്ചയായിട്ടും, ഞാൻ ഇപ്പൊ ഇതിൽ 4 എണ്ണാണ്, നിങ്ങൾ 2 ദിവസം ഉണ്ടാക്കുക വെച്ചാൽ 8-10 ചെമ്പരത്തിപ്പൂ എടുത്തോളൂ. ഇപ്പൊ ചെമ്പരത്തിപ്പൂവിന്റെ കാലല്ല, ചെമ്പരത്തിപ്പൂവ് കുറവാ. അത് കാരണമാണ് ഞാൻ 4 എണ്ണാക്കി ചുരുക്കിയത്. എത്ര വേണമെങ്കിലും എടുക്കാട്ടോ. ചെമ്പരത്തിപ്പൂ നമ്മളെ മുടിക്ക് ഏറ്റവും നല്ല പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള ഒരു വരദാനാണ് മുടിക്ക് ചെമ്പരത്തിപ്പൂവ്. ഓർക്കണം എല്ലാവരും. അപ്പൊ ചെമ്പരത്തിപ്പൂവ് ആരും ഒഴിവാക്കണ്ട കേട്ടോ. അപ്പൊ അമ്മ തേക്കുന്നത് അമ്മ ഉണ്ടാക്കിയ കേശ സഞ്ജീവനി എണ്ണ തന്നെയാണ്. നിങ്ങൾ ഏത് എണ്ണ തേക്കി വെച്ചാലും നമ്മളെ കയ്യിലേക്ക് ഒരു ലേശം എടുത്തിട്ട് അത് നന്നായി കയ്യിലിട്ട് ചൂടാക്കിയതിന് ശേഷം മുടികളിലെ തലയോട്ടിയില് തേച്ചതിന് ശേഷം നല്ലൊരു മസാജ് കൊടുത്താലേ മുടി വളരുള്ളൂ. അല്ലാതെ എണ്ണ നെറുകിൽ കുറെ പൊത്തിയോണ്ടോ തലയിൽ കൂടെ തേച്ചോണ്ടോ അതുകൊണ്ടൊന്നും മുടി വളരില്ല. നമുക്ക് വളരെ കുറവേ വേണ്ടു മുടിക്ക്. അല്ലാതെ എണ്ണ കൊണ്ടല്ല മുടി മുഴുവനായിട്ട് മുടി വളരുന്നത്. വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് ചെറിയ മസാജ് കൊണ്ടാണ് എണ്ണ മുടി വളരുന്നതെന്ന് എല്ലാവരും ഓർക്കുക. അപ്പൊ നമ്മളിത് എന്റെ കേശ സഞ്ജീവനി പണ്ടുകാരുടെ നിങ്ങൾ തേക്കണ ഏത് എണ്ണയും പറ്റൂട്ടോ. അത് നിങ്ങൾ കയ്യിലിട്ട് മസാജ് ചെയ്തിട്ട് തലയോട്ടിയിൽ തേച്ച് നല്ല മസാജ് കൊടുക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അപ്പൊ ഈ എണ്ണ വേണ്ടവരൊക്കെ ഓർഡർ എടുത്തോളൂ കേട്ടോ. മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ. അപ്പൊ അമ്മ സേഫ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. അപ്പൊ ഇത് എങ്ങനെ തേക്കേണ്ട ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ. ആദ്യമായിട്ട് നമ്മൾ കണ്ടോ പല്ലകലുള്ള ചീർപ്പുണ്ട് കൈയോണ്ട് നമ്മൾ കൂട് കളയണം. മുടിയൊന്ന് രാവിലെ എണീറ്റ വഴിക്കേട്ടോ. അത് ഞാൻ എല്ലാരോടും പറയണ്ടല്ലേ. നമ്മൾ ഇത് കൈയോണ്ട് കൂട് കളഞ്ഞ മുടി നമ്മൾ മക്കളെ തലപ്പത്തുനിന്ന് കൂട് കളഞ്ഞ് വരണം കേട്ടോ. ഓട്ടുന്നല്ല, പക്ഷെ ഞാൻ ഇപ്പൊ കൂടൊക്കെ കളഞ്ഞ മുടിയോണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ. ഡെമോ അല്ലേ ഞാൻ ചെയ്യണത്. അപ്പൊ നിങ്ങൾ തലപ്പത്തുനിന്ന് കൂട് കളഞ്ഞതിന്റെ ശേഷം കൈകൊണ്ട് ആദ്യം വേടർത്തി തലപ്പോട്ടോണ്ട് കൂട് കളഞ്ഞതിന് ശേഷം ഈ ചീർക്കൊണ്ടൊന്ന് തീന്തിയതിന്റെ ശേഷം മുഖത്ത് കൂടെ എന്തോ കടിച്ചു കുട്ടികളെ. അപ്പൊ ഇതുകൊണ്ട് ചീന്തിയതിന്റെ ശേഷം നമ്മളെ എണ്ണ കയ്യിൽ കാണിച്ചു തരാം. ഞാൻ തേക്കണ എണ്ണ അതന്നെയാണ് കേട്ടോ. ഈ കുപ്പിയിലേക്ക് എടുത്തതെന്ന് മാത്രം കണ്ടോ. അപ്പൊ നമ്മൾ കണ്ടോ 4 തുള്ളി എടുത്തു കണ്ടോ. ഈ ചൂടാക്കൽ എങ്ങനെയെന്ന് ആരും കരുതണ്ട കണ്ടോ. ഇത് നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ചെയ്താൽ കുറച്ച് ചൂട് കൂടും. ചിലവർക്ക് അറിയില്ല അതിന്റെ ചൂട്. നമുക്ക് ഒരുപാട് ചൂടൊന്നും പാടില്ല കേട്ടോ തലയോട്ടിക്ക്. കണ്ട കയ്യിലിട്ട് നന്നായിട്ട് ചൂടാക്കി നമ്മളിങ്ങനെ തലയോട്ടിയിൽ മസാജ് കണ്ടില്ല. ഇങ്ങനെ ഇടയ്ക്ക് കൈ ഇങ്ങനെ ചൂടാക്കണം. ഇങ്ങനെ നിങ്ങൾ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് മസാജ് ചെയ്താൽ സമയമുള്ളവരൊക്കെ കേട്ടോ. സമയമില്ലാത്തവരെ തേച്ചതിന്റെ ശേഷം എങ്കിലും നമുക്ക് സാധിക്കുമല്ലോ. കയ്യിലിട്ടിട്ട് ചൂടാക്കാൻ അത്ര സമയമൊന്നും വേണ്ടല്ലോ. തിരക്കാണെങ്കിലും അങ്ങനെ ചെയ്യണം കേട്ടോ. പിന്നെ തലപ്പത്ത് കണ്ടില്ലേ, തലപ്പത്ത് എന്തായാലും തേക്കണം. ഇഴകളിലൊക്കെ കുറേശ്ശെ തേച്ചോളൂ. അതിപ്പോ ഒരുപാട് ചൂടാക്കണം എന്നില്ല. എന്നാലും ചൂടാക്കി അതിന്റെ ഗുണം ഇരട്ടിക്കാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഗുണം കുറയല്ല ചെയ്യണം. തലപ്പത്ത് കൂടെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തലപ്പ് ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ രാത്രി 2 തുള്ളി എണ്ണ, ഏത്ത എണ്ണയാണെങ്കിലും കുട്ടികളെ മുടി കൂടൊക്കെ കളഞ്ഞ് ഇതേപോലെ ചീന്തിയതിന് ശേഷം 2 തുള്ളി എടുക്കാവൂ. അപ്പൊ തോനെടുക്കരുത് കണ്ടോ. 2 തുള്ളി പറഞ്ഞത് ധാരാളം, ഇത്ര വേണ്ടു. ഇത് നമ്മളെ കയ്യിലേക്ക് ഒരു മിനുസായി കണ്ടല്ലോ, ഇത്ര വേണ്ടു. എന്നിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടാക്കുക. എല്ലായിടത്തും കൂടി ഇങ്ങനെ കയ്യിന്റെ വിരൽ. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇപ്പൊ രാത്രിയിലത്തെ ടിപ്പും പറഞ്ഞു തന്നു, രാവിലെ എങ്ങനെ എണ്ണ തേക്കുന്നതും പറഞ്ഞു തന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. നമ്മൾക്കിനി 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഹെയർ പാക്ക് നമ്മൾ തേക്കുന്നുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ഇത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കാം, അല്ലെങ്കിൽ കോട്ടന്റെ പഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ നമ്മൾ എല്ലായിടത്തും കൂടി ഇഴകളിൽ മുഴുവൻ ഇത് തേക്കണം.
ഞാനൊരു വേഷ്ടി മുണ്ടൊക്കെ ചിറ്റിയിരിക്കുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ ഒഴുകി വരും. ഇതിൽ കൊഴുപ്പില്ലാത്ത സാധനമല്ലേ, അപ്പൊ കുളിമുറി കയറിയിട്ടാണ് ഇങ്ങനെ തേക്കാവുള്ളൂ. ഞാനിതിപ്പോ അതുകൊണ്ടാണ് കുറേശ്ശെ കൈ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് വേണം തേക്കാൻ, എങ്കിലേ നമ്മളെ വേരുകളിലൊക്കെ ഇത് എത്തുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ മുഴുവനായിട്ട് തലയോട്ടിയിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നിങ്ങൾ ഇഴകളിൽ തേക്കാം. ഒരു കുഴപ്പമില്ല. ഇഴകള് തലപ്പ് പൊട്ടി പോവാതിരിക്കാനും സ്പ്ലിറ്റന്റെ കുറയാൻ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ല മൃദുത്വം കിട്ടും, പിന്നെ കറുപ്പ് കളർ കിട്ടും. അപ്പൊ പിന്നെ എല്ലാം ആയില്ലേ നമ്മളെ മുടിക്ക്. പിന്നെ എന്തിന്റെ കുറവാ? കുട്ടികളെ ചൊറിയുന്നുണ്ടെന്ന് പറയുന്നവർക്കും ഇത് നല്ല കേട്ടോ. ഈ ഉലുവ താരൻ പൂവുള്ളതാണ്. അപ്പൊ തലച്ചോട്ടി ചൊറിച്ചിലുള്ളവരും ഇങ്ങനെ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം തേച്ചാൽ മതി. ഡെയിലി ഒന്നും തേക്കരുത് കേട്ടോ. ഏറെ ചിത്രം ഓട്ടപ്പെടും, കുളിപ്പിച്ച് കുട്ടിയില്ലാതെ എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ തന്നെ മുടിയുടെ കാര്യം ഒരുപാട് കണ്ടത് മുഴുവൻ വാരി തേക്കുന്നരുത് കേട്ടോ. ആഴ്ചയിൽ 2 ദിവസം മതി, അത് മതി, മുടി വളർന്നോളും. പിന്നെ ഡെയിലി മസാജ് നിങ്ങൾക്ക് തൊട്ട് പോവുക എന്ന് കേട്ടിട്ടുണ്ട്. തൊടാതെ പോവുക പറഞ്ഞാൽ നമ്മളെ മുടിയെ തൊടുക ചെയ്തില്ലെങ്കിൽ മുടി നമ്മൾ നഷ്ടപ്പെടും നമുക്ക്. അപ്പൊ മുടിയെ നല്ല നമ്മൾ എന്ത് ചെയ്യണം? മസാജ് കൊടുക്കുക, അന്നന്ന് കൂട് കളയുക, ചീർക്കൊണ്ട് നല്ലോണം ചീന്തുക, ഇതൊക്കെ ചെയ്താൽ മതി. എന്നിട്ട് 2 തുള്ളി എണ്ണയും തേച്ചത് മസാജ് കൊടുത്തിട്ടാ മതി. വളർന്നോളും, പേടിക്കണ്ട. ഒരുപാട് എന്തൊക്കെയോ കണ്ണി കണ്ടതൊന്നും കാട്ടി കൂട്ടരുത് കേട്ടോ മുടിയില്. ഇപ്പൊ എന്താ ബ്യൂട്ടി പാർലറിൽ പോവുക, സ്പാ ചെയ്യുക, എന്തൊക്കെ ഒരു വിക്രസോള കാണിക്കുന്നത്. അതൊക്കെ ചെയ്താൽ മുടി തിന്നായി മാറും മക്കളെയൊക്കെ കൊഴിഞ്ഞു പോകും. അത് നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമ്മളെ മുടിയുടെ കാണാം കോലം കിടന്നുണ്ട്. കല്യാണം വന്നാൽ ആദ്യം പോയി ബ്യൂട്ടി പാർലറിൽ, എന്നിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി, അപ്പോഴാണ് ഈ മുടി പോണത്. അതൊന്നും ആരും ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുകയാണ്. കുറെ നേരമായിലിരുന്ന് ചിലക്കുന്നു. രാവിലെ നേരം മക്കളെ, വെളിച്ചായിട്ട് ഇപ്പൊ 7:30 മണി ആവണേ ഉള്ളൂ. അപ്പൊ അമ്മ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഇന്നത്തേക്ക് കുളിക്കുന്നുള്ളൂ, ഒന്നും കുളിച്ചിട്ടില്ല. അപ്പൊ ഇനി അമ്മ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കഴുകി കളയുന്നത് ഒന്നുകൂടി തേക്കണം കുട്ടികളെ. അവിടെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിന്നിട്ട് വേണം കേട്ടോ. തേക്കൻ്റെ മുഴുവനും മുടിയിലൊന്നും ആയിട്ടില്ല കേട്ടോ. അത്രയും സാധനം ബാക്കി, നല്ല സാധനം. അത് തേക്കും കളയില്ല കേട്ടോ. ഇത് കളയില്ല നമ്മളെ, ഇത് തേക്കുക ചെയ്യും ഞാൻ. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുള്ളൂ. അപ്പൊ മാം പറഞ്ഞു മനസ്സിലായില്ലേ? എണ്ണ തേച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തേക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ 1 ദിവസം തേച്ചാലും നന്നാവും. തിരക്ക് കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് തേക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം ഉണ്ടാക്കാനും സാധിക്കില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്ത് അമർന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.